ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. വളരെ സിമ്പിളായ ചാപ്റ്ററാണ്. ഈ വർഷം മാറി വന്ന പുതിയ ടെക്സ്റ്റാണ്. നിങ്ങൾക്കറിയാം, നമ്മളെ ഒറ്റയിട്ട ക്ലാസ്സുകളിലേക്ക് 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ മുഴുവൻ ടെക്സ്റ്റുകളും മാറിയിട്ടുണ്ട്. അങ്ങനെ മാറി വന്ന ടെക്സ്റ്റാണ്, ഫിസിക്സിൻ്റെ ടെക്സ്റ്റാണ്. അതിലുള്ള ഒന്നാമത്തെ ചാപ്റ്ററാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ലൈറ്റ് എന്ന ചാപ്റ്റർ നമ്മൾ മുമ്പ് പലവട്ടം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, പല ക്ലാസ്സുകളിൽ നിന്നായിട്ട് നമ്മൾ ലൈറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ലൈറ്റിൻ്റെ എല്ലാ പ്രത്യേകതകളും നമുക്കറിയാം. എന്തൊക്കെ ലൈറ്റിൻ്റെ പ്രത്യേകതകൾ? ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ മാത്രമേ സഞ്ചരിക്കൂ. നമ്മൾ പഠിച്ചതാണല്ലോ. ലൈറ്റിന് സഞ്ചരിക്കാൻ മീഡിയ ആവശ്യമില്ല. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 3 ലക്ഷം km/s ആണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ കൂടെ വെച്ചിട്ട് നമ്മൾ ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിക്കാൻ പോവാണ്. ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ? ഏതെങ്കിലും ഒരു സ്മൂത്തായ സർഫസിൽ തട്ടി ലൈറ്റ് തിരിച്ചു വരുന്നതിനാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുക. കണ്ണാടിയിൽ നമ്മൾ ഇമേജ് കാണുന്നത് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ടാണ്. നമ്മൾ പഠിച്ച കാര്യമാണ്. ഇനി എന്താണ് റിഫ്രാക്ഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ചിത്രം ഇത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ വെള്ളം എടുത്തിട്ട്, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു സ്പൂൺ ഇട്ടാൽ അത് വളഞ്ഞതുപോലെ നമുക്ക് തോന്നും. എന്താണ് അതിൻ്റെ കാരണം? ഇപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, കണ്ണാടിയിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇമേജ് കാണുന്നത്? നമ്മൾ അയാളുടെ എന്താണ് മറുപടി പറയാം? അത് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസം കൊണ്ടാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ അയാൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ സ്പൂൺ വളഞ്ഞിരിക്കുന്നത്? വെള്ളത്തിലിടുന്ന സമയത്ത് മാത്രമേ സ്പൂൺ വളഞ്ഞിരിക്കുകയുള്ളൂ. പുറത്തെടുത്ത സ്പൂൺ നേർന്നിട്ടുണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. വൈ? എന്തുകൊണ്ട്? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ചിത്രം ഇത് നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായും കാണണം. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു സ്പൂൺ ഇട്ട് നോക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയെക്കുറിച്ച് പഠിക്കുകയാണ്. കൂടുതൽ മുഖവരയില്ലാതെ ചാപ്റ്ററിലേക്ക് കടക്കാമല്ലോ. നമുക്കറിയാം, ലൈറ്റിന് സഞ്ചരിക്കാൻ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലേ? വാക്വത്തിലൂടെ 150 മില്യൺ കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് ഭൂമിയിലെത്തുന്നത്. എന്നാൽ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കയറുന്നതോടുകൂടെ ലൈറ്റ് എയർ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലൂടെയാണ് സഞ്ചരിക്കുക. ലൈറ്റിന് സഞ്ചരിക്കാൻ കഴിയുന്ന എല്ലാ മീഡിയത്തിലൂടെയും ലൈറ്റ് സഞ്ചരിക്കും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് 3 തരം ഒബ്ജക്റ്റുകളെ കുറിച്ച്: ഒപ്പേക്ക്, ട്രാൻസ്ലൂസൻറ്റ്, ട്രാൻസ്പെറൻറ്റ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എല്ലാ വസ്തുക്കളിലൂടെയും ലൈറ്റ് സഞ്ചരിക്കും. വാട്ടർ ആവാം, ഗ്ലാസ് ആവാം, ഡയമണ്ട് ആവാം, എയർ ആവാം, ഇതിലൂടെയൊക്കെ ലൈറ്റ് സഞ്ചരിക്കും. എന്നാൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് ഒരു സിംഗിൾ മീഡിയത്തിലൂടെ സഞ്ചരിക്കുന്നതിനെ കുറിച്ചല്ല. ഒരു സിംഗിൾ മീഡിയത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനാണ് സഞ്ചരിക്കുക. എന്നാൽ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പ്രവേശിക്കുന്ന സമയത്ത് ലൈറ്റിന് എന്ത് സംഭവിക്കുന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതിൽ ഒരു ലേസർ ടോർച്ച് ഉപയോഗിച്ച് നമ്മൾ വെള്ളത്തിലേക്ക് ലൈറ്റിനെ അടിക്കുകയാണ്. ആ സമയത്ത് ശരിക്കും ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ പോകേണ്ട ലൈറ്റ് ഇവിടെ വന്നിട്ട് വളഞ്ഞാണ് പോകുന്നത്. വൈ? അതാണ് നമ്മളുടെ ചോദ്യം. എന്തുകൊണ്ടാണ് ലൈറ്റിന് ഇങ്ങനെ ഒരു ബെൻഡിങ് സംഭവിക്കുന്നത്? നമ്മൾ ഈ പാഠം കഴിയുമ്പോഴേക്കും അതിനുള്ള കൃത്യമായ ഉത്തരം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏത് മീഡിയമാണ്, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കൊരു ഡീവിയേഷൻ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ അങ്ങനെ കാണണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. വരുന്ന ലൈറ്റ് ഒബ്ലീക്ക് ആയിരിക്കണം, ചെരിഞ്ഞായിരിക്കണം, നോർമൽ ആവരുത്. ഇതിപ്പോൾ എയർ എന്ന് പറയുന്നൊരു മീഡിയം, ഇത് വാട്ടർ എന്ന് പറയുന്നൊരു മീഡിയം. ഈ 2 മീഡിയത്തിലൂടെയും ലൈറ്റ് സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ എയറിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്നു, എന്നിട്ടത് വാട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ നോർമൽ. നമ്മൾ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, അല്ലേ? അപ്പോൾ ഇവിടെ ഇതാണ് ഇൻസിഡൻറ്റ് റേ, ഇത് റിഫ്രാക്റ്റഡ് റേ ആണ്. റിഫ്രാക്റ്റഡ് റേ ഇതാണ് സർഫസ് ഓഫ് സെപ്പറേഷൻ. ഇവിടെ വാട്ടറാണ്, ഇവിടെ എയറാണ്. അപ്പോൾ എയറിലൂടെ വരുന്ന ലൈറ്റ് നമുക്കറിയാം, അത് ശരിക്ക് നേരെയായിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷേ ഈ ഒരു സെപ്പറേഷനിൽ വെച്ചിട്ട് അത് ബെൻഡ് ചെയ്തു. മനസ്സിലായല്ലോ? ആ ബെൻഡിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? എന്നാൽ ആ ലൈറ്റ് റേ വരുന്നത് നോർമലായിട്ടാണെങ്കിൽ 90 ഡിഗ്രിയിലാണെങ്കിൽ ഒരു റിഫ്രാക്ഷൻ ഉണ്ടാവില്ല. ലൈറ്റ് റേക്ക് ഒരു ബെൻഡിങ്ങും സംഭവിക്കാതെ അത് സ്ട്രെയിറ്റ് ലൈനിൽ പോകും. ഒബ്ലീക്കായിട്ട് വരുന്ന ലൈറ്റ് റേക്ക് മാത്രമാണ് ഈ ഡീവിയേഷൻ സംഭവിക്കുന്നത്. ക്ലിയർ ആണല്ലോ?
അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ടേബിൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഈ റിഫ്രാക്ഷൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വ്യത്യസ്ത മീഡിയത്തിലൂടെ ലൈറ്റ് സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ലൈറ്റിൻ്റെ സ്പീഡിലെ വ്യത്യാസമാണ്, വെലോസിറ്റിയിലെ വ്യത്യാസമാണ്. അതാണ് റിഫ്രാക്ഷന് കാരണമാവുന്നത്. വളരെ സ്പീഡ്, നമ്മളെ ടെക്സ്റ്റിൽ ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. ഒരു സ്മൂത്തായ സർഫസിലൂടെ നമ്മളൊരു ടോയ് കാർ ഓടിക്കുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ റഫ് സർഫസിലേക്ക് കയറ്റുക. അങ്ങനെ റഫ് സർഫസിലേക്ക് കയറുമ്പോൾ അതിൻ്റെ പാത്തിൽ ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടാകും, കാരണം അതിൻ്റെ വേഗതയിൽ വ്യത്യാസം വന്നു. ഇതേപോലെ ലൈറ്റിൻ്റെ വേഗതയിൽ വരുന്ന വ്യത്യാസമാണ്, സ്പീഡിൽ വരുന്ന വ്യത്യാസമാണ് റിഫ്രാക്ഷന് കാരണമാവുന്നത്. എയറിൽ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡാണ്, 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡാണ് ലൈറ്റിൻ്റെ വേഗത. അത് വാട്ടറിലേക്ക് എത്തുമ്പോഴേക്കും 2.25 ലക്ഷം മീറ്റർ പെർ സെക്കൻഡായി, 2 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. ഗ്ലാസ്സിലാവുമ്പോൾ അത് 2 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡായി, ഡയമണ്ടിലാവുമ്പോൾ 1.25 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡായി. ഇവിടെ കൊടുക്കുന്നതൊക്കെ മീറ്റർ പെർ സെക്കൻഡാണ്, നിങ്ങൾ യൂണിറ്റ് ശ്രദ്ധിച്ചല്ലോ. പക്ഷേ ഇതിവിടെ 10⁸ ആണ് അല്ലേ? നമ്മൾ സാധാരണ ലക്ഷം പറയുന്ന സമയത്ത് അത് 10⁶ വരിക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മളത് 3 × 10⁶ വരിക. ഇത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുന്ന സമയത്ത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഒരു മീഡിയത്തിൽ, ഉദാഹരണത്തിന് നമുക്ക് പറയാം, എയറിലൂടെ സഞ്ചരിച്ച് വരുന്ന ലൈറ്റ് പെട്ടെന്ന് വാട്ടറിലേക്ക് കയറാണ്. 3 ലക്ഷത്തിൽ നിന്ന് ഒറ്റയടിക്ക് അതിൻ്റെ വെലോസിറ്റി 2.25 ലക്ഷമായിട്ട് മാറും. അത് നേരെ കയറുന്നത് ഡയമണ്ടിലേക്കാണ്, അത് 1.25 ലക്ഷമായിട്ട് മാറും. ഒരു സെക്കൻഡിൽ അതിൻ്റെ വെലോസിറ്റി. ആ വെലോസിറ്റിയിലുള്ള ചേഞ്ചാണ് റിഫ്രാക്ഷന് കാരണമാവുന്നത്. ക്ലിയർ ആണല്ലോ? The change in the speed of light causes the change in the direction of the ray of light when it passes from one medium to another. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് റിഫ്രാക്ഷൻ്റെ കാരണം, വെലോസിറ്റിയിലുള്ള ചേഞ്ച്. ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ വരുന്ന ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ചാണ് റിഫ്രാക്ഷന് കാരണമാവുന്നത്. കൂട്ടുകാർ ക്ലിയർ ആണല്ലോ? ഈ ഒരു ടേബിൾ നിർബന്ധമായിട്ട് കാണാതെ പഠിച്ചു വെക്കുക. നമുക്ക് പല സ്ഥലങ്ങളിലും ഉപകാരപ്പെടുന്ന സാധനമാണ്. നിർബന്ധമായിട്ടും ഈ ടേബിൾ വാല്യൂസ് കാണാതെ പഠിക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം.